എന്താ ശ്രീ? മിസ്സേ, ഈ സൺസ്ക്രീൻ നല്ലതാണോ? നിങ്ങൾക്കും സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? SPF സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും എന്തുകൊണ്ടാണ് SPFിൻ്റെ പവർ ഹൈ റേഞ്ചിലേക്ക് പോകുന്നതും നമുക്കറിയാം. SPF 15, 30, 40 ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ SPF 15 യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് 150 മിനിറ്റ്സ് ആണ് പ്രിവെൻഷൻ കിട്ടുന്നത്. SPF 30 ആണെങ്കിൽ 300 മിനിറ്റ്സ് ആണ് നമുക്ക് പ്രിവെൻഷൻ ലഭിക്കുന്നത്. ഈ 300 മിനിറ്റ്സിനെ 60 മിനിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 hours. ഈ SPF 30 അപ്ലൈ ചെയ്തിട്ട് ഈ 5 ഹവേഴ്സും നമുക്ക് ഈവൻ പ്രൊട്ടക്ഷൻ കിട്ടില്ല. ഗ്രാജ്വലി അതിൻ്റെ പവർ കുറയും. സോ ഐഡിയലി ഏത് SPF ആണെങ്കിലും 2 to 3 hours വൺസ് റീ അപ്ലിക്കേഷൻ, അതായത് ഫേസ് വാഷ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പല സാഹചര്യങ്ങളിലും നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് റീ അപ്ലിക്കേഷൻ പറ്റില്ല. ആ സമയത്താണ് നമ്മൾ SPFിൻ്റെ പവർ 50, 60, 70 എന്നിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് SPF 30, 40, 50 ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ വേറൊരു പവർ കൂടി ചെക്ക് ചെയ്യണം. പ്രൊട്ടക്ഷൻ ഗ്രേഡ് PA+. എത്ര പ്ലസ് ഹയർ ആയിരിക്കുന്നോ അത്രയും പ്രൊട്ടക്ഷനാണ് നമ്മുടെ സ്കിന്നിന് UVA, UVB, UVCയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. സോ കൂടുതൽ പ്ലസ് ഇരിക്കുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ SPF 30 ആണെങ്കിലും മോർ ദാൻ 3+ ഉള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.